everyone, welcome back to the channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷ് ചാപ്റ്റർ 1 ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ആണ്. ദി യൂണിറ്റ് 1 റെയിൻ ഓഫ് ലവിൽ പെടുന്നൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഒരു ഫാമിലി ട്രീ വരച്ചിട്ടുണ്ട്. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് എഴുതുക, അവരാരൊക്കെയാണ്, എന്നിട്ട് നിങ്ങളുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഈ ഫാമിലി ട്രീയിൽ ഇവിടെ ഒക്കെ പേരെഴുതാനാണ് പറയുന്നത്. അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മയുടെ അച്ഛൻ്റെയും ഒക്കെ പേരെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ് ആണ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ചാൽ എന്താണ്? അപ്പൂപ്പൻ അല്ലെങ്കിൽ മുത്തശ്ശൻ. അപ്പം മുത്തശ്ശൻ്റെ കൂടെയുള്ള ഒരു ലൈഫിനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. This is Raja's family. Can you guess who the members of his family are? Who does Raja like the best in his family? Read the story and find out the answers to these questions. അപ്പോൾ നമുക്കിതിൽ 4 ആൾക്കാരെ കാണാം. അപ്പോൾ ഇത് നമുക്ക് പറയാം ഇത് രാജയുടെ ഫാമിലിയാണ്. അപ്പോൾ ഇത് രാജയായിരിക്കും അല്ലേ. ഇത് ആരായിരിക്കും? ഗ്രാൻഡ് ഫാദർ. ഇതാരായിരിക്കും? ഗ്രാൻഡ് മദർ. ആൻഡ് ഇത് രാജയുടെ അങ്കിളാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോറി നോക്കാം. ഫസ്റ്റ് ആണ് മൈ ഹോം. എവ്രിബഡി കോൾഡ് മീ രാജ. ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം ബട്ട് ഐ ലൈക്ഡ് ബീയിങ് കോൾഡ് രാജ. എല്ലാവരും എന്നെ വിളിച്ചിരുന്നത് രാജ എന്നാണ്. അതെൻ്റെ ശരിയായ പേരല്ല, പക്ഷേ എനിക്ക് എന്നെ രാജ എന്ന് വിളിക്കുന്നത് ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ സ്കൂളിലൊരു പേരായിരിക്കും, വീട്ടിൽ വിളിക്കുന്ന വേറൊരു പേരായിരിക്കും അല്ലേ. അപ്പു, അമ്മു, കണ്ണൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളെ വീട്ടിൽ വിളിക്കുന്നത്. അതുപോലെ ഈ കുട്ടിയുടെ ശരിയായ പേര് രാജ എന്നല്ല, കുട്ടിയെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് രാജ. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെയാണ് താമസിക്കുന്നത്. ദേ വെയർ മൈ ഗാർഡിയൻസ്. ഗാർഡിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? രക്ഷകർത്താവ് അല്ലേ. എന്നെ നോക്കി കെയറൊക്കെ ചെയ്ത് എന്നെ വളർത്തിക്കൊണ്ടുവരുന്നത് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയായിരുന്നു. ഗാർഡിയൻസ് എന്ന് വെച്ചാൽ രക്ഷകർത്താവ്. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി. മൈ ഫാദർ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പേരൻസ് ഹൂ ബ്രോട്ട് മീ അപ്പ്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? അമ്മ മരിച്ചതിന് ശേഷം എന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. അവരാണ് ഇതുവരെ എന്നെ നോക്കി വളർത്തിയത്. ഓക്കെ, വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ്. നമ്മൾ താമസിച്ചത് ഒരു വലിയ വീട്ടിലായിരുന്നു. ബട്ട് വി വെർ എ സ്മോൾ ഫാമിലി. പക്ഷേ നമ്മളൊരു കുഞ്ഞ് ഫാമിലി ആയിരുന്നു. ദർ വെർ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ ആൻഡ് ഐ. അപ്പം നമ്മൾ മുകളിലുള്ള പിക്ചറിൽ കണ്ടു അല്ലേ, ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ, പിന്നെ രാജ. വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. നമുക്ക് കുറേ ബന്ധുക്കളൊക്കെ ഉണ്ട്, പക്ഷേ അവരുടെ വീട്ടിലാണ്, സ്വന്തം വീട്ടിലാണ് താമസിച്ചത് അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലായാലും നമ്മുടെ വീട്ടിലിപ്പോൾ അച്ഛനമ്മ, ചേട്ടൻ അല്ലെങ്കിൽ അനിയത്തി, ചേച്ചി, ഇത്ര ആൾക്കാരെ ഉണ്ടാവും. റിലേറ്റീവ്സ് ഒക്കെ, നമ്മുടെ ബന്ധുക്കളൊക്കെ അവരുടെ വേറൊരു വീട്ടിൽ, സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രാൻഡ് ഫാദർ ഒരു നല്ല നീളമുള്ള ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. ഗ്രാൻഡ് ഫാദർ എപ്പോഴും സംസാരിച്ചിരുന്നത് ഒരു വളരെ വലിയ ശബ്ദത്തിലായിരുന്നു, ലൗഡ് വോയിസിലായിരുന്നു. ഹി ന്യൂ എവ്രി വൺ ഇൻ ദ വില്ലേജ്. അപ്പൂപ്പന് ഈ നാട്ടിലുള്ള എല്ലാവരെയും പരിചയം ഉണ്ടായിരുന്നു. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. നാട്ടിലെ ആൾക്കാരൊക്കെ അപ്പൂപ്പനെ ബഹുമാനിച്ചിരുന്നു. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. എന്തെങ്കിലും ഉപദേശം വേണമെങ്കിലോ സഹായം വേണമെങ്കിലോ ഒക്കെ നാട്ടുകാരൊക്കെ അപ്പൂപ്പൻ്റെ അടുത്ത് വരുമായിരുന്നു. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. അമ്മൂമ്മയാണെങ്കിലോ കൈൻഡ് എന്ന് വെച്ചാൽ നല്ല ദയുള്ള, ജെൻറ്റിൽ എന്ന് വെച്ചാൽ സൗമ്യമായി പെരുമാറുന്നൊരു സ്ത്രീയായിരുന്നു അമ്മൂമ്മ. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. അമ്മൂമ്മ എന്നെ നന്നായി നോക്കിയിരുന്നു. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ. ഷാഡോ എന്ന് വെച്ചാൽ എന്താ? നിഴൽ പോലെ. രാജ എപ്പോഴും ബാക്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. എന്താണ് പറയുന്നത്? സെയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ ഹാവ് യുവർ ബാത്ത് ഓർ ഗോ ടു ബെഡ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ പാല് കുടിക്കുക, ഭക്ഷണം കഴിക്കുക, നീ പോയി കുളിക്കുക, പോയി കിടക്ക്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പിന്നാലെ നടക്കുമായിരുന്നു. ഇവിടെ പിക്ചറിൽ കാണാം അല്ലേ, ഭക്ഷണം എടുത്തുകൊണ്ട് രാജയുടെ പിന്നാലെ നടക്കുന്ന അമ്മൂമ്മേനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഈറ്റ് യുവർ ഫുഡ് എന്നായിരിക്കും അല്ലേ പറയുന്നുണ്ടാവുക. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ് ബട്ട് ഐ സ്റ്റിൽ ലവ്ഡ് ഹർ വെരി മച്ച്. അപ്പോൾ ഈ അമ്മൂമ്മ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതൊന്നും എനിക്കിഷ്ടമില്ലായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് അമ്മൂമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു.
അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് വിൽ യു ഫീൽ ഇഫ് സംബഡി ഇൻസിസ്റ്റ്സ് യു ടു ഡു സംതിങ്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ചിലവർക്കത് ഭയങ്കര സാഡായിട്ട് ഫീൽ ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ചിലവർക്ക് ആങ്കറാണ് വരിക, ചിലവർക്ക് ദേഷ്യമാണ് വരിക, ചിലവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? ചിലവർ ഹാപ്പി ആയിരിക്കും, ഞാൻ മറന്നു പോയൊരു കാര്യം എന്നെ ഓർമ്മിപ്പിച്ചല്ലോ. ചിലവർക്ക് ഞാൻ ചെയ്യാനിരുന്ന കാര്യം വീണ്ടും ചെയ്യാൻ പറഞ്ഞ് മൂഡ് കളഞ്ഞു, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളതിൻ്റെ ആൻസർ എഴുതുക. മോളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അതുകൂടെ നോക്കാം. ഡു യു തിങ്ക് രാജാസ് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ റെസ്പെക്റ്റഡ് ബൈ എവ്രി വൺ? പിക്ക് ഔട്ട് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാജയുടെ അപ്പൂപ്പനെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ആൻസർ പറയുന്ന ലൈൻസ് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് അല്ലേ, Grandfather was a tall, strong man. He always spoke in a loud voice. He knew everyone in the village. People respected him. They came to him for advice and help. നമ്മളിതിൻ്റെ ആൻസർ ആയിട്ട് എന്താ എഴുതുക? People respected him. They came to him for advice and help. അപ്പോൾ നമ്മൾ do you think Raja's grandfather was a man respected by everyone? Yes. സെൻറ്റൻസ് എന്താ എഴുതുക? People respected him. They came to him for advice and help. ഓക്കെ, അടുത്ത പറയുന്നത് അങ്കിളിനെ കുറിച്ചാണ്. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലെവർ. അപ്പം എൻ്റെ അങ്കിൾ ചെറുപ്പക്കാരനായിരുന്നു, പിന്നെ നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു. ഹീ ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. അപ്പോൾ അങ്കിള് ആണ് അപ്പൂപ്പനെ പാടങ്ങളും പൂന്തോട്ടമൊക്കെ നോക്കി നടത്താൻ സഹായിച്ചിരുന്നത്. പീപ്പിൾ ലൈക്ഡ് ഹിം ആൻഡ് ഐ ടു ലൈക്ഡ് ഹിം വെരി മച്ച്. എല്ലാവർക്കും അങ്കിളിനെ ഇഷ്ടമായിരുന്നു, എനിക്കും അങ്കിളിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. വെനെവർ ഐ വാസ് ഇൻ ട്രബിൾ അങ്കിൾ വുഡ് കം ടു മൈ ഹെൽപ്പ്. ഞാൻ എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചിട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ അങ്കിളാണ് എന്നെ വന്ന് സഹായിച്ചിട്ട് അതിൽ നിന്ന് ഊരിയെടുക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൂ ഹെൽപ്സ് യു ഇൻ യുവർ ഫാമിലി വെൻ യു ആർ ഇൻ ട്രബിൾ. അപ്പം മിക്ക ആൾക്കാർക്കും അവരുടെ മദർ ആയിരിക്കും അല്ലേ, എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചിട്ട് അച്ഛൻ വഴക്ക് പറയുമ്പോൾ അമ്മയായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കും, എൽഡർ ബ്രദർ ഓർ സിസ്റ്റർ ആയിരിക്കും, അപ്പം അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആയിരിക്കും. അപ്പം നിങ്ങളത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, അറ്റ് ഹോം ഐ ഡു നോട്ട് ഹാവ് എനി ഫ്രണ്ട് ടു പ്ലേ വിത്ത്. വീട്ടിൽ എനിക്ക് കളിക്കാൻ കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. അപ്പൂപ്പനാണെങ്കിൽ തന്നെ ഞാൻ പുറത്ത് പോയി മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഹി ബിലീവ്ഡ് ദാറ്റ് ഐ വുഡ് ബി സ്പോയിൽഡ് ഇഫ് ഐ ഡിഡ് സോ. അപ്പൂപ്പൻ എന്താണ് വിശ്വസിച്ചിരുന്നത്? ഞാൻ പുറത്ത് പോയി മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിച്ചാൽ ഞാൻ തലതെറിച്ച് പോവും, അല്ലെങ്കിൽ ഞാൻ മോശമായി പോവും, വഴിതെറ്റിപ്പോവും, അങ്ങനെയൊക്കെയാണ് അപ്പൂപ്പൻ വിചാരിച്ചിരുന്നത്. അതർ ചിൽഡ്രൻ ഡിഡ് നോട്ട് ലൈക്ക് ടു കം ടു അവർ ഹൗസ് ബിക്കോസ് ദേ വെർ അഫ്രീഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. മറ്റു വീട്ടിലെ കുട്ടികൾക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ വരാനും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? അവർക്കൊക്കെ അപ്പൂപ്പനെ പേടിയായിരുന്നു. ദേ വെർ അഫ്രീഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. യെറ്റ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ. എന്നാലും അപ്പൂപ്പൻ്റെ കൂടെയുള്ള ജീവിതം അങ്ങനെ മങ്ങിയ ബോർ ജീവിതമൊന്നും ആയിരുന്നില്ല. ഐ ലൈക്ക് മൈ ഹോം ആൻഡ് എ വെരി ലാർജ് ഗാർഡൻ ഓൾ അറൗണ്ട് ഇറ്റ്. എനിക്ക് എൻ്റെ വീടും അതിന് ചുറ്റുമുള്ള പൂന്തോട്ടം, വലിയ പൂന്തോട്ടമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. There were many trees in the garden, coconut trees, mango trees and other kinds of trees. അപ്പോൾ ആ പൂന്തോട്ടത്തിൽ കുറേ മരങ്ങളുണ്ടായിരുന്നു. കോക്കനട്ട് ട്രീ, തെങ്ങുണ്ടായിരുന്നു, മാംഗോ ട്രീ, മാവ് ഉണ്ടായിരുന്നു, ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ട്രീസ്, വേറെ പലതരത്തിലുള്ള മരങ്ങളും ആ പൂന്തോട്ടത്തിലുണ്ടായിരുന്നു. There were birds, butterflies and honey bees. പിന്നെ അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? പക്ഷികളുണ്ടായിരുന്നു, പൂമ്പാറ്റകളുണ്ടായിരുന്നു, തേനീച്ചകളുണ്ടായിരുന്നു. There were many tanks with plenty of fish in them. പിന്നെ കുറേ ടാങ്കുകളുണ്ടായിരുന്നു. ടാങ്ക് എന്ന് വെച്ചാൽ വെള്ളം നിറച്ചിട്ടുള്ള സ്ഥലം. അവിടെ എന്താ ഉണ്ടായിരുന്നത്? പ്ലെൻറ്റി ഓഫ് ഫിഷ്. പ്ലെൻറ്റി എന്ന് വെച്ചാൽ കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ കിങ്ഫിഷേഴ്സ്, സ്റ്റോക്സ് ആൻഡ് അതർ വാട്ടർ ബേർഡ്സ് കെയിം ടു ദ ടാങ്ക്സ് ടു ക്യാച്ച് ദ ഫിഷ്. കിങ്ഫിഷറിനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു നീല നിറത്തിലുള്ള പക്ഷിയാണ്. പിന്നെ സ്റ്റോർക്ക് എന്താണ്? കൊക്കില്ലേ, നീളമുള്ള കഴുത്തൊക്കെ ഉള്ളൊരു പക്ഷി. നിങ്ങളെന്താണ് അവിടെ പറയുന്നത് എനിക്കറിയില്ല, നമ്മളൊക്കെ ഇവിടെ കൊക്കെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ മീനിനെ കഴിക്കുന്ന പക്ഷിയാണ് അല്ലേ. ഞാൻ പിക്ചേഴ്സ് കൊടുക്കാം കിങ്ഫിഷറിൻ്റെയും സ്റ്റോർക്കിൻ്റെയും ഒക്കെ. ഓക്കെ, അവരൊക്കെ എന്തിനാണ് വരുന്നത്? ടാങ്കിൻ്റെ അടുത്തോട്ട് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് വാസ് എ ഗ്രൂവ് വെയർ ദ ട്രീസ്, shrubs and creepers grew wild. പിന്നെ ഈ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ വീടാണെങ്കിൽ അതിനുള്ള ചുറ്റുമുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രൂവ് എന്താണ്? ഗ്രൂവ് എന്ന് വെച്ചാൽ ഒരു തോട്ടം. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ മൂലയ്ക്കായിട്ട് ഒരു തോട്ടം ഉണ്ടായിരുന്നു.
where the trees, shrubs and creepers grew wild. അവിടെയുള്ള മരങ്ങളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളൊക്കെ ഇങ്ങനെ വൈൽഡായിട്ട് കാട് പിടിച്ചിട്ടാണ് വളർന്നിട്ടുണ്ടായിരുന്നത്. ജാക്കിൾസ്, മംഗൂസസ്, വൈൽഡ് ക്യാറ്റ്സ് ആൻഡ് ഔൾസ് ലിവ്ഡ് ഇൻ ദ ഗ്രൂപ്പ്സ്. അപ്പോൾ ഈ തോട്ടത്തിൽ ആരാണ് താമസിച്ചിരുന്നത്? ജാക്കിൾ എന്ന് വെച്ചാൽ കുറുക്കൻ ഉണ്ടായിരുന്നു, മംഗൂസ് കീരി, വൈൽഡ് ക്യാറ്റ് എന്ന് വെച്ചാൽ കണ്ടൻ പൂച്ചയും, പിന്നെ ഔൾ എന്താണ്? മൂങ്ങ. ഇവരൊക്കെയാണ് ഈ തോട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വി ഹാഡ് മെനി കൗസ്, ബുൾസ് ആൻഡ് ബുള്ളക്സ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ പശുക്കളും കാളകളും, ബുള്ളക്ക് എന്ന് വെച്ചാൽ കാളയുടെ കുട്ടി. ലിറ്റിൽ കാവ്സ് പ്ലേഡ് ആൻഡ് റാൻ അബൌട്ട് ഇൻ എ ഗാർഡൻ. കാവ്സ് എന്താണ്? പശുവിടെ ബേബീനെയാണ് കാവ്സ് എന്ന് പറയുന്നത്, കുഞ്ഞി പശു. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഗാർഡനിൽ പൂന്തോട്ടത്തിൽ ഓടിക്കളിക്കുമായിരുന്നു. ഐ ലൈക്ക് ടു പ്ലേ വിത്ത് ദ കാവ്സ് ആൻഡ് ഐ ലൈക്ക് ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ എനിക്ക് ഈ പശുക്കുട്ടികളുടെ കൂടെ കളിക്കാനും ഗാർഡനിലേക്കൂടെ പറന്നു പോകുന്ന പക്ഷികളെ നോക്കിയിരിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. ഐ ലുക്ക്ഡ് ഫോർ ജാക്കിൾസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്രൂവ്. ഞാൻ എപ്പോഴും തോട്ടത്തിൽ നിന്ന് കുറുക്കൻ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുമായിരുന്നു. ഐ റാൻ ആഫ്റ്റർ മംഗൂസസ് ആൻഡ് ഐ കോട്ട് ബട്ടർഫ്ലൈസ് ആൻഡ് റെപ്റ്റൈൽസ്. ഞാൻ എപ്പോഴും കീരിയുടെ പുറകെ ഓടുമായിരുന്നു. ഞാൻ പൂമ്പാറ്റയും ഇഴജന്തുക്കൾ, റെപ്റ്റൈൽ എന്ന് വെച്ചാൽ ഇഴജന്തുക്കളെയും ഞാൻ പിടിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ സൈഡിലിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. വി സോ മെനി തിങ്സ് അറൗണ്ട് രാജാസ് ഹൗസ്, ലിസ്റ്റ് ദം ഔട്ട്. അപ്പോൾ കോക്കനട്ട് ട്രീ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് മാംഗോ ട്രീ ഉണ്ട്, പിന്നെ ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ഹണി ബീ, കൗ ഉണ്ട്, ബുൾ, പിന്നെന്താ ഔൾ. ഇതൊക്കെയാണ് നമുക്ക് രാജയുടെ വീട്ടിനടുത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇത് മാത്രമാണോ? അല്ല, വേറെ എന്തൊക്കെയാണ് ഉള്ളത്? കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, ബേർഡ്, ബട്ടർഫ്ലൈ, ഹണി ബീസ്, plenty of fish, kingfishers, storks, water birds, പിന്നെ trees, shrubs, creepers, jackal, mongoose, wild cats, owl, cow, bulls, bullocks, calves, പിന്നെ reptiles. ഇതൊക്കെയാണ് നമ്മുടെ രാജയുടെ വീട്ടിലുള്ളത്. വാട്ട് ബ്രിങ്സ് മോർ കളർ ടു രാജാസ് ലൈഫ്. അപ്പോൾ രാജയുടെ ലൈഫിലോട്ട് കളറ് കൊണ്ടുവരുന്നത്, ലൈഫ് ഹാപ്പി ആക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പോൾ എന്താണ് രാജ ഇവിടെ പറയുന്നത്? ഐ ലൈക്ക് ടു പ്ലേ വിത്ത് ദ കാവ്സ് ആൻഡ് ഐ ലൈക്ക് ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ രാജയ്ക്ക് എന്താണ് ഇഷ്ടം? പശുക്കുട്ടികളുടെ കൂടെ കളിക്കാനും ബേർഡ്സിനെ ഗാർഡനിൽ നിന്ന് നോക്കിയിരിക്കാനും ഇഷ്ടമാണ്. പിന്നെ കുറുക്കൻ വരുന്നുണ്ടോ എന്ന് നോക്കാനും, കീരികളുടെ പിറകെ ഓടാനും, പൂമ്പാറ്റകളെയും ഇഴജന്തുക്കളെയും ഒക്കെ പിടിക്കാൻ ഈ കുട്ടിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഇപ്പം ഈ ഐക്ക് പകരം രാജ എഴുതുക. രാജ ലൈക്ക് ടു പ്ലേ വിത്ത് ദ കാവ്സ് ആൻഡ് ലൈക്ക് ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ. ഹീ ലുക്ക്ഡ്, ഈ ഐക്ക് പകരം ഹീ ലുക്ക്ഡ് ഫോർ ജാക്കിൾസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്രൂവ്. ഹീ റാൻ ആഫ്റ്റർ മംഗൂസസ് ആൻഡ് ഹീ കോട്ട് ബട്ടർഫ്ലൈസ് ആൻഡ് റെപ്റ്റൈൽസ്. ദിസ് ബ്രോട്ട് ജോയ് ടു, അല്ലെങ്കിൽ ദിസ് ബ്രോട്ട് കളർ ടു രാജാസ് ലൈഫ്. ഓക്കെ, എന്താണ് നമ്മൾ അവസാനം എഴുതുക? ദിസ് ബ്രോട്ട് കളർ ടു രാജാസ് ലൈഫ്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ആൻസറായി. നെക്സ്റ്റ്, മേക്കിംഗ് എ ഷവർ. ഇറ്റ് വാസ് എൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. ഒരു വലിയ മഴയ്ക്ക് ശേഷമുള്ള വൈകുന്നേരമായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. അപ്പോൾ ചന്ദനമരത്തിന് താഴെയുള്ള മുല്ലച്ചെടിയിൽ നിന്ന് പൂ പറിക്കുകയായിരുന്നു ആര്? അപ്പൂപ്പൻ. ദ ലീവ്സ് ഓഫ് ദ ട്രീ വെർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ്. അപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മരത്തിലെ ഇലകളിലൊക്കെ വെള്ളത്തുള്ളികൾ ഉണ്ടാവും അല്ലേ? ഐ ന്യൂ ഐ കുഡ് മേക്ക് ഇറ്റ് റെയിൻ ഇഫ് ഐ ഷുക്ക് ദി ട്രീ ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. അപ്പോൾ എന്തായി കുട്ടി വിചാരിക്കുന്നത്? ഞാൻ ഓടിപ്പോയിട്ട് ആ മരം കുലുക്കി കഴിഞ്ഞാൽ നല്ല ഷവർ പോലെ വെള്ളം താഴോട്ട് വരും. അപ്പോൾ എനിക്കും അപ്പൂപ്പനും നല്ലൊരു കുളി പാസ്സാക്കാം. അങ്ങനെയാണ് ഈ കുട്ടി വിചാരിക്കുന്നത്. ഐ ലൈക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. എനിക്ക് മഴയത്ത് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ഹീ മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷേ ഇത് അപ്പൂപ്പന് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ. പക്ഷേ ഇത് നല്ലൊരു രസമായിരിക്കും കാണാനല്ലേ? മരം കുലുക്കിയിട്ട് വെള്ളം നനയുന്നതാണ് നല്ല രസമായിരിക്കും. അപ്പോൾ ഈ കുട്ടി എന്താണ്, ഒരു ചെറിയ കുസൃതി ഒപ്പിക്കാനുള്ളൊരു പോക്കാണ്. So I quietly went near the sandalwood tree and shook it with all my strength.
അപ്പോൾ ഈ കുട്ടി എന്താണ് ചെയ്യുന്നത്? വേഗം ഇവിടെ കൊടുത്തിട്ട് പിക്ചർ നോക്കുക, ഈ ചന്ദനമരത്തിൻ്റെ അവിടെ പോയിട്ട് സകല ശക്തി എടുത്തിട്ട് അതങ്ങ് കുലുക്കി. അപ്പോൾ കുലുക്കുമ്പോൾ എന്താണ്? വെള്ളം താഴോട്ട് വന്നിട്ട് കുട്ടി അപ്പൂപ്പനും നനയും അല്ലേ. ദർ വാസ് എ ഹെവി ഷവർ ആൻഡ് ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വാസ് സോക്ഡ്. അപ്പോൾ കുറേ വെള്ളം താഴോട്ട് വീണിട്ട് അപ്പൂപ്പനും ഞാനും നനഞ്ഞു കുളിച്ചു. ഐ ലവ്ഡ് ഇറ്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ബട്ട് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട്. അപ്പൂപ്പൻ അതൊട്ടും ഇഷ്ടമായില്ല. ഹി ടേൺ ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. അപ്പൂപ്പൻ എന്നെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. എനിക്ക് ഉറപ്പായി ഇപ്പം എന്നെ പിടിച്ചടിക്കുന്നു. സോ ഐ റാൻ. അതുകൊണ്ട് ഞാൻ ഓടി. ഹി റാൻ ആഫ്റ്റർ മീ. അപ്പൂപ്പൻ എൻ്റെ പിന്നാലെ ഓടി. ഐ റാൻ ഫാസ്റ്റ്. ഞാൻ വേഗത്തിലോടി. ബട്ട് ഹി റാൻ ഫാസ്റ്റർ. അപ്പൂപ്പൻ അതിനേക്കാളും വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഹി ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് മീ വെൻ ഹി സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. അപ്പം എന്നെ പിടിച്ചു വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കാലിടറി. സ്റ്റംബിൾ എന്ന് വെച്ചാൽ കാലിടറി അപ്പൂപ്പൻ വീണുപോയി. ഐ റാൻ അവേ ടു ദ പാഡി ഫീൽഡ്സ് ആൻഡ് ഹിഡ് മൈസെൽഫ് ദർ. അപ്പോൾ ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ഓടിയിട്ട് നെൽപ്പാടത്തിൽ പോയി അവിടെ പോയി ഒളിച്ചിരിക്കും. ഐ ഹേർഡ് ഗ്രാൻഡ് ഫാദർ ഷൗട്ട് ദറ്റ് ഹി വുഡ് ടീച്ച് മീ എ ലെസൺ വെൻ ഐ കെയിം ബാക്ക് ഹോം. അപ്പോൾ അപ്പൂപ്പൻ അവിടുന്ന് ഒച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, നീ തിരിച്ചു വാ, ഞാൻ നിനക്കൊരു പാഠം പഠിപ്പിച്ച് തരാമെന്ന്. ഓക്കെ, ഇവിടെയുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൂ ഡു യു ലൈക്ക് ടു പ്ലേ വിത്ത് അറ്റ് ഹോം? വീട്ടിൽ ആരുടെ കൂടെയാണ് കളിക്കാൻ ഇഷ്ടം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മദർ ആവാം, ഫാദർ ആവാം, ബ്രദർ ആവാം, സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ, കസിൻ, ഫ്രണ്ട്സ് ആവാം. അപ്പം എന്താണെന്ന് വെച്ചാൽ ആൻസർ എഴുതുക. 7th, വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ദ ഗ്രാൻഡ് ഫാദർ വെൻ ഹി വാസ് സോക്ഡ് ഇൻ ദ ഷവർ? എന്തായിരുന്നു ഗ്രാൻഡ് ഫാദറിൻ്റെ റിയാക്ഷൻ? ദ ഗ്രാൻഡ് ഫാദർ വാസ് ആംഗ്രി. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഗ്രാൻഡ് ഫാദർ റാൻ ബിഹൈൻഡ് രാജ ടു ക്യാച്ച് ഹിം അല്ലേ. നമുക്ക് എഴുതാം, ഗ്രാൻഡ് ഫാദർ റാൻ ബിഹൈൻഡ് രാജ ടു ക്യാച്ച് ഹിം. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. I did not want to go home because I feared grandfather would beat me. എനിക്ക് വീട്ടിൽ പോകാൻ നല്ല പേടിയായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അപ്പൂപ്പൻ എന്നെ പിടിച്ചടിക്കുമെന്ന് എനിക്ക് തോന്നി. I stayed on in the fields. ഞാൻ ആ നെൽപ്പാടത്ത് തന്നെ ഇരുന്നു. It was getting dark. ഇരുട്ടായി തുടങ്ങി. I was afraid to stay there alone in the darkness. പക്ഷേ ആ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ എനിക്ക് പേടിയായിരുന്നു. I remembered all the ghost stories I had heard. ഞാൻ പണ്ട് കേട്ടിരുന്ന പ്രേതകഥകളൊക്കെ എനിക്ക് ഓർമ്മ വരാൻ തുടങ്ങി. I stood up. ഞാൻ എഴുന്നേറ്റ് നിന്നു. Looked around and then ran towards home. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ചുറ്റും നോക്കിയിട്ട് ഒറ്റ ഓട്ടോടി വീട്ടിലോട്ട്. I was still afraid to face grandfather. എന്നാലും എനിക്ക് അപ്പൂപ്പനെ ഇപ്പോഴും ഫേസ് ചെയ്യാൻ പേടിയായിരുന്നു. So I did not go inside the house. അതുകൊണ്ട് ഞാൻ വീട്ടിനകത്തോട്ട് പോയില്ല. I went to the cow shed and took shelter in the loft. അപ്പം ഞാൻ പശുത്തൊഴുത്തിൽ പോയിട്ട് അവിടുത്തെ തട്ടിൻപുറം ഉണ്ടാവില്ലേ, അതാണ് ഈ ലോഫ്റ്റ്. അപ്പോൾ തട്ടിൻപുറത്ത് കയറി ഞാനങ്ങ് ഇരുന്നു. ഫ്രം ദെയർ ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ വെറാന്ത സേയിങ് ഹിസ് പ്രേയേഴ്സ്. എന്താണ് അവിടെ ഇരിക്കാൻ കാരണം? അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ താഴോട്ട് നോക്കി എനിക്ക് അപ്പൂപ്പൻ വെറാന്തയിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ഡിഡ് രാജ സെലക്ട് ദ ലോഫ്റ്റ് ഇൻ ദ കൗ ഷെഡ് ആസ് ഹിസ് ഹൈഡിങ് പ്ലേസ്? ഹി സെലക്റ്റഡ് ദ ലോഫ്റ്റ് ആസ് ഹിസ് കൗ. എന്താ നമ്മൾ ആൻസർ എഴുതുക? ഹി സെലക്റ്റഡ് ദ ലോഫ്റ്റ് ഇൻ ദ കൗ ഷെഡ് ആസ് ഹിസ് ഹൈഡിങ് പ്ലേസ് because he could see grandfather sitting on the veranda saying his prayers. നമ്മൾ എന്താ എഴുതുക? because he could see grandfather sitting on the veranda saying his prayers. അപ്പൂപ്പനെ ആ തട്ടിൻപുറത്ത് ഇരുന്ന് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് അവിടെ പോയി ഇരിക്കുന്നത്. Grandmother was waiting for me. അമ്മൂമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. When I did not turn up, she looked for me everywhere in the house. അപ്പം I did not turn up എന്ന് വെച്ചാൽ ഞാൻ വരാതിരുന്നപ്പോൾ അമ്മൂമ്മ എല്ലായിടത്തും എനിക്ക് വേണ്ടി നോക്കാൻ തുടങ്ങി, വീടിന് ചുറ്റും. Then she came out and called aloud for me. എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് എന്നെ ഒച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി എൻ്റെ പേര്. Thinking that I was somewhere in the garden. ഞാൻ പൂന്തോട്ടത്തിൽ എവിടെയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അമ്മൂമ്മ എൻ്റെ പേര് വിളിച്ചത്. She did not get any answer. അമ്മൂമ്മയ്ക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. Then she went to grandfather and asked him where I was. എന്നിട്ട് അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അടുത്തോട്ട് പോയിട്ട് ചോദിക്കും,
ഇവനെവിടെ, രാജ എവിടെയെന്ന് ചോദിക്കും. യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്. അപ്പോൾ അപ്പൂപ്പൻ എന്താ പറയുക, നീ പോയി വീട്ടിനകത്തുണ്ടോയെന്ന് നോക്ക്. ഗ്രാൻഡ് ഫാദർ സെഡ് ഹീ ഈസ് ഹൈഡിങ് സംവെയർ. അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് അപ്പൂപ്പൻ പറയും. ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്, ഗ്രാൻഡ് മദർ സെഡ്. അവൻ വീട്ടിലില്ല എന്ന് അമ്മൂമ്മ പറയും. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവ്രിവെയർ. ഞാൻ എല്ലായിടത്തും നോക്കി, അവൻ വീട്ടിലില്ല എന്ന് പറയും. അപ്പോൾ 9th question എന്താണ്? ഗ്രാൻഡ് മദർ വാസ് എക്സ്ട്രീംലി വെറീഡ് വെൻ ഹീ ന്യൂ ദാറ്റ് രാജ വാസ് മിസ്സിങ്. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ഫ്രം ദ പാസേജ് വിച്ച് കൺവേ ദിസ് ഐഡിയ. അപ്പം അമ്മൂമ്മ രാജയെ കാണാത്ത വിഷമത്തിലായിരുന്നു എന്ന് പറയുന്ന സെൻറ്റൻസസ് ഏതാണെന്ന് വെച്ചാൽ എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? When I did not turn up, she looked for me everywhere in the house. എന്നെ കാണാതെ ഇരുന്നപ്പം വീട്ടിൽ മുഴുവൻ നോക്കി. Then she came out and called aloud for me, thinking I was somewhere in the garden. ഞാൻ ഗാർഡനിലുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പേര് വിളിക്കാൻ തുടങ്ങി. Then she went to grandfather and asked him where I was. എന്നിട്ട് അതും കൂടാതെ അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു അല്ലേ അവൻ എവിടെയെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സെൻറ്റൻസസിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഗ്രാൻഡ് മദർ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു രാജാനെ കാണാത്തതിൽ. The news spreads. Then grandfather stood up and went outside and called aloud, "Come Raja, come. I won't beat you." But I did not answer him, for I thought that he would beat me. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂസ് സ്പ്രെഡ് ആവുമെന്ന് വെച്ചാൽ വാർത്ത എല്ലാവരും അറിയാമെന്നാണ്. അപ്പൂപ്പൻ എഴുന്നേറ്റ് നിന്ന് പുറത്തിറങ്ങിയിട്ട് വിളിക്കും, രാജ നീ വാ, ഞാൻ അടിക്കില്ല എന്ന് പറയും. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം. പക്ഷെ ഞാൻ ഉത്തരമൊന്നും പറഞ്ഞില്ല, കാരണം എനിക്ക് പേടിയായിരുന്നു. എനിക്ക് തോന്നി അപ്പൂപ്പൻ എന്നെ അടിക്കുന്നു. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്, "ഹി വോണ്ട് കം, യു ഡ്രോവ് ഹിം അവേ." അപ്പോൾ അമ്മൂമ്മ ദേഷ്യത്തോടെ പറയും, അവൻ തിരിച്ചു വരില്ല, നിങ്ങൾ അവനെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു. ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം. ഞാൻ നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, അവൻ തിരിച്ചു വന്ന് അവനെ അടിക്കുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ടാവും. പുവർ ചൈൽഡ്, പാവം കുട്ടി. ഹീ ഈസ് അഫ്രീഡ് ഓഫ് യു ആൻഡ് ഹാസ് റൺ അവേ. അവൻ നിങ്ങളെ പേടിച്ചിട്ട് എവിടെയോ ഓടിപ്പോയി എന്ന് പറയും. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ സെർവൻറ്റ്സ് ആൻഡ് ആസ്ക്ഡ് ദെം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. അപ്പം അപ്പൂപ്പൻ പെട്ടെന്ന് വീട്ടിൽ പണിയെടുക്കുന്ന വീട്ടു ജോലിക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയും, പോയിട്ട് രാജേനെ അന്വേഷിക്കാം, നോക്കാൻ പറയും. ദേ വെൻറ്റ് ഔട്ട് ബട്ട് ആഫ്റ്റർ എ വൈൽ റിട്ടേൺ ടു സീ ദാറ്റ് ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ. അവർ പുറത്ത് പോയി കുറച്ച് നേരം നോക്കിയതിന് ശേഷം തിരിച്ചു വന്നിട്ട് പറയും അവർക്ക് എന്നെ കണ്ടുപിടിക്കാനായില്ല എന്ന്. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. അമ്മൂമ്മയാണെങ്കിൽ കരയാൻ തുടങ്ങി. വീപ്പ് ചെയ്യാന്ന് വെച്ചാൽ പൊട്ടിക്കരയാം. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. അപ്പൂപ്പനാണെങ്കിൽ കോർട്ട്യാർഡ് നടുമുറ്റം, മുറ്റം എന്നർത്ഥമാണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ദ ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിംഗ് സ്പ്രെഡ്. എന്നെ കാണാനില്ല എന്നുള്ള വാർത്ത എല്ലായിടത്തും പടർന്നു. Our neighbors came first, then our relatives, and then others who had heard the bad news. ആദ്യം നമ്മുടെ വീട്ടിനടുത്തുള്ള നെയ്ബേഴ്സ് വന്നു, പിന്നെ നമ്മുടെ ബന്ധുക്കൾ വന്നു, പിന്നെ കേട്ടവരൊക്കെ വരാൻ തുടങ്ങി. ഈ ഒരു ബാഡ് ന്യൂസ്, മോശം വാർത്ത കേട്ടവരൊക്കെ വരാൻ തുടങ്ങി. Many came to offer their sympathies to grandmother. കുറേ ആൾക്കാർ വന്നിട്ട് അമ്മൂമ്മേനോട് സഹതാപം കാണിക്കാൻ തുടങ്ങി. സിമ്പതി എന്ന് വെച്ചാൽ സഹതാപം. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. ഇതൊന്നും അപ്പൂപ്പൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഹീ ഷൗട്ടഡ്, "നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്." കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഹീ ഈസ് ഹൈഡിങ് സംവെയർ. അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. കാൺട്ട് സം ഓഫ് യു ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇവിടെ നിന്ന് സമയം കളയുന്നതിനേക്കാളും നല്ലത് അവനെ പോയി നോക്കിക്കൂടെ, പരിധി കൂടെ എന്ന് ചോദിക്കും. സം ഓഫ് ദെം വെൻറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. അതിൽ കുറച്ച് ആൾക്കാർ എന്നിട്ട് പുറത്തിറങ്ങി രാജയെ നോക്കാൻ തുടങ്ങി. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദെർ വാസ് എ ബിഗ് ക്രൗഡ്. കുറേ ആൾക്കാർ കൂടി വരാൻ തുടങ്ങി. എന്നിട്ട് അതൊരു വലിയ ക്രൗഡായി മാറി. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അമ്മൂമ്മയ്ക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നെ വീണ്ടും കാണുമെന്ന്. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. അമ്മൂമ്മ എല്ലാവരോടും പറയാൻ തുടങ്ങി ഞാൻ എത്ര നല്ല കുട്ടിയായിരുന്നു എന്ന്. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺഡ് വിതൗട്ട് ഫൈൻഡിങ് മീ. അപ്പം കൂട്ടത്തോടെ ഓരോ ഭാഗത്തേക്ക് രാജയെ നോക്കാൻ പോയ ആൾക്കാരൊക്കെ അവനെ കാണാതെ തിരിച്ചു വരാൻ തുടങ്ങി. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. അമ്മൂമ്മ വീണ്ടും പൊട്ടി കരയാൻ തുടങ്ങി. ദ വിമൻ ഇൻ ദ ക്രൗഡ് ഓൾസോ വെപ്റ്റ്. അമ്മൂമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് കൂട്ടത്തിലുണ്ടായ സ്ത്രീകളും ഒക്കെ കരയാൻ തുടങ്ങി. ദ സെർവൻറ്റ്സ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വെയിലിംഗ്. അതിനുശേഷം കൂടെ ഉണ്ടായ നമ്മുടെ വീട്ടിലെ ജോലിക്കാരും ഒക്കെ ഈ കൂട്ടക്കരച്ചിലിൻ്റെ ഒരു ഭാഗമായിട്ട് പൊട്ടി വീണ്ടും കരയാൻ തുടങ്ങി. വെയിലിംഗ്, വെപ്റ്റ്, വീപ്പിംഗ് ഇതൊക്കെ കരച്ചിൽ എന്നാണ് അർത്ഥം വരുന്നത്. ദേ ഓൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വാസ് ഡെഡ്. ഞാൻ മരിച്ചു പോയി എന്നുള്ള ഒരു പോലെയാണ് അവർ കളിച്ചിരുന്നത്. ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ. ഐ വാണ്ടഡ് ടു കം ഔട്ട്. അപ്പോൾ
എനിക്ക് അമ്മൂമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് പുറത്ത് വരണം എന്നും ആഗ്രഹമുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. പക്ഷേ അപ്പൂപ്പൻ പ്രതീക്ഷ കൈവിടാത്തൊരു മനുഷ്യനായിരുന്നു. മനസ്സിന് നല്ല ശക്തിയുള്ളൊരു മനുഷ്യനായിരുന്നു. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. എന്നാലും പുറത്തൊക്കെ നല്ല ശക്തിയുള്ളൊരു മനുഷ്യനാണെന്ന് കാണിക്കുമെങ്കിലും അപ്പൂപ്പന് നല്ല സങ്കടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഹി ഡിഡ് നോട്ട് ഹവർ ലൂസ് ഹോപ്പ്. അപ്പൂപ്പൻ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. He stood up, turned in the direction of our family temple and prayed. "Help me, God," he said. "Give me my child. I want him now. I cannot wait any longer." Then he stood silent in prayer. അപ്പോൾ അപ്പൂപ്പൻ എന്താ ചെയ്യുക? അപ്പൂപ്പൻ എഴുന്നേറ്റ് നിന്നിട്ട് കുടുംബക്ഷേത്രത്തിൻ്റെ നേരെ നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. "Help me, God," ദൈവമേ എന്നെ സഹായിക്കൂ. He said, "Give me my child." എനിക്ക് എൻ്റെ കുട്ടിയെ തിരിച്ചതാ. എനിക്കിപ്പോൾ കുട്ടീനെ വേണം. എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ. Then he stood silent in prayer. എന്നിട്ട് ഒന്നും മിണ്ടാതെ സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കി നിന്നു. ഓക്കെ. അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺ. ആ ഒരു സമയത്താണ് നമ്മുടെ മാമൻ തിരിച്ചു വരുന്നത്. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. അങ്കിളിന് മനസ്സിലായി എന്താണ് വീട്ടിൽ സംഭവിക്കുന്നതെന്ന്. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗെസ്ഡ് വെയർ ഐ വാസ്. അപ്പോൾ ചുറ്റും നോക്കിയിട്ട് അങ്കിളിന് ഏകദേശം ഒരു ഊഹം മനസ്സിലായി അവൻ അവിടെ ആയിരിക്കും. ഹി കെയിം ടു ദ കൗ ഷെഡ് ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. അപ്പോൾ അപ്പൂപ്പൻ തൊഴുത്തിൽ വന്ന് തട്ടിൻ പുറത്ത് കയറിയിട്ട് പറയും, നീ താഴോട്ട് വാന്ന് പറയും. ഐ കെയിം ഡൗൺ. ഞാൻ താഴോട്ട് വന്നു. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ ഹൗസ്. അങ്കിൾ എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രെയർ ആൻഡ് ടേൺഡ്. അപ്പൂപ്പനാണെങ്കിൽ ഇവിടെ പിക്ചറിൽ കൊടുത്ത പോലെ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ച് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ആരുണ്ട് ഇവിടെ? നമ്മുടെ കുട്ടിയുണ്ടല്ലേ. ഗ്രാൻഡ് ഫാദർ ഓക്കെ. ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ് ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. കണ്ണ് തുറന്നപ്പോൾ തന്നെ ആരാണ്? രാജ മുമ്പിൽ നിൽക്കുന്നു. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ്, ഹഗ്ഡ് മീ ആൻഡ് സെഡ്. അപ്പോൾ അപ്പൂപ്പൻ രാജയെ എടുത്ത് പൊക്കി സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, ഗോഡ് ഹേർഡ് മൈ പ്രേയേഴ്സ് ആൻഡ് ഹാസ് ഗിവൻ യു ബാക്ക് ടു അസ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ മുകളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആൻസേഴ്സ് നോക്കാം. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗ്രാൻഡ് മദർ ഫെൽറ്റ് ആംഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ. ഡു യു സപ്പോർട്ട് ദ ഗ്രാൻഡ് മദർ? വൈ? അപ്പം അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനോട് ദേഷ്യമായി. നിങ്ങൾ അപ്പൂപ്പൻ്റെ കൂടെയാണോ അമ്മൂമ്മയുടെ കൂടെയാണോ? എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് പറയാം, ഡു യു സപ്പോർട്ട് ഗ്രാൻഡ് മദർ? യെസ് അല്ലേ. നമ്മൾ ഗ്രാൻഡ് മദറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി സപ്പോർട്ട് ഗ്രാൻഡ് മദർ ബിക്കോസ് ഗ്രാൻഡ് ഫാദർ വാസ് ദ റീസൺ Raja ran away. അല്ലേ? അപ്പൂപ്പനെ പേടിച്ചിട്ടല്ലേ രാജ ഓടിപ്പോയത്. അപ്പം അതുകൊണ്ടാണല്ലോ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനോട് ദേഷ്യം. വൈ ഡിഡ് ഗ്രാൻഡ് ഫാദർ ലൂസ് ഹിസ് ടെമ്പർ? ഗ്രാൻഡ് ഫാദറിന് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? എല്ലാവരും വന്നിട്ട് സഹതാപവും സിമ്പത്തിയും ഒക്കെ ഓഫർ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ? അപ്പം എന്താണ് ഗ്രാൻഡ് ഫാദർ പറയുന്നത്? നിങ്ങൾ ഇവിടെ കിടന്ന് സമയം കളയാതെ പോയി കുട്ടീനെ നോക്കുക എന്ന് പറയുന്നത്. അപ്പം grandfather lost his temper because everybody was offering their sympathies alle. Everybody was offering their sympathies. He told the people. നമുക്ക് എന്താണ് പറയാൻ പറ്റുക? Can some of you go out and find him instead of wasting your time here? ഈ ഒരു ലൈൻ കൂടെ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇവിടെ തന്നെ പറഞ്ഞു പോവാണ്. 12th question. Where might the people have searched for Raja? Why couldn't they find him? എവിടെയായിരിക്കും ആൾക്കാർ രാജയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്തിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത്? അപ്പോൾ ആൾക്കാർ നോക്കിയിട്ടുണ്ടായത് എവിടെയായിരിക്കും? ദേ വുഡ് ഹാവ് ലുക്ക്ഡ് ഇൻ ദ ഗാർഡൻ. പിന്നെ ഗ്രൂവിൽ നോക്കിയിട്ടുണ്ടാവും, തോട്ടത്തിൽ നോക്കിയിട്ടുണ്ടാവും. പിന്നെന്താണ്, ഇൻ ദ ഹൗസ് നോക്കിയിട്ടുണ്ടാവും. പിന്നെ പുറത്ത് നെയ്ബേഴ്സിൻ്റെ വീട്ടിൽ നോക്കിയിട്ടുണ്ടാവും. നെയ്ബേഴ്സ് ഹൗസ് നമുക്ക് എഴുതാം. നെയ്ബേഴ്സ് ഹൗസ്. പിന്നെ റോഡിൽ നോക്കിയിട്ടുണ്ടാവാം. ഇവിടെയൊക്കെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക. പശുത്തൊഴുത്തിലാരും നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് കുട്ടീനെ കിട്ടാത്തത്. Why couldn't they find him? They couldn't find him because they did not look in the cow shed.
13th question. I wanted to come out. What prevented Raja from coming out? അപ്പോൾ കുട്ടിക്ക് പുറത്ത് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് അവൻ വരാഞ്ഞത്? ബിക്കോസ് ഹി വാസ് അഫ്രീഡ് ഓഫ് ദ ഗ്രാൻഡ് ഫാദർ അല്ലേ? ഇത്രയും ആൾക്കാരൊക്കെ കൂടി ഫുൾ പ്രശ്നമായെന്ന് അവന് മനസ്സിലായി. അപ്പം എന്തുകൊണ്ടാണ് ഈ കുട്ടി പുറത്ത് വരാൻ ഇഷ്ടപ്പെടാതിരുന്നത്? ദ ഫിയർ ഓഫ് ബീയിങ് ബീറ്റൻ. ഫിയർ ഓഫ് being beaten by grandfather. ഈ ഒരു കാരണത്താലാണ് കുട്ടിക്ക് പുറത്തു വരാൻ താല്പര്യമില്ലായിരുന്നത്. 14th question. What would Raja say to his grandfather when he returned home? അപ്പോൾ എന്തായിരിക്കും രാജ അപ്പൂപ്പനോട് പറയാ തിരിച്ചു വന്നതിന് ശേഷം? എന്തായിരിക്കും പറയാം? രാജ വുഡ് സേ സോറി അല്ലേ? രാജ would say sorry to his grandfather. ഓക്കെ, ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു, കഥയും ഡിസ്കസ് ചെയ്തു. ഇനി ആരാണ് ഈ കഥ എഴുതിയതെന്ന് നോക്കാം. കേശവൻ ശങ്കര പിള്ളൈ, known as Shankar, was an Indian cartoonist and a writer. അപ്പോൾ ഈ കേശവൻ ശങ്കര പിള്ളൈ ആരായിരുന്നു? ഒരു കാർട്ടൂണിസ്റ്റും ആണ്, ഒരു റൈറ്ററും ആണ്. ഹി ഈസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. ഇന്ത്യൻ കാർട്ടൂൺസിൻ്റെ ഫാദറായിട്ടാണ് അറിയപ്പെടുന്നത്. ഹി ഈസ് പെർട്ടിക്കുലർലി നോട്ടഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. അപ്പോൾ ഇയാളുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാർട്ടൂൺസിനാണ് അറിയപ്പെടുന്നത്. ഹി ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഇൻ 1957 ആൻഡ് ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ഇൻ 1965. അപ്പോൾ ഒരു ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് തുടങ്ങിയതിനും ഒരു ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം തുടങ്ങിയതിനുമാണ് ഈ ശങ്കരപ്പിള്ളൈ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇയാൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്ന അവാർഡ്സും ലഭിച്ചിട്ടുണ്ട്. ഈ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന ഈ ഫിക്ഷൻ, ഈ ഒരു കഥ 1953 എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആക്ടിവിറ്റീസൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.